ഹലോ ഹായ് മാംസ്. അതൊരു വൈറൽ ഇൻഫെക്ഷനാണ്. മുണ്ടുനീര് എന്നൊക്കെ കോമൺ ആയിട്ട് നമ്മൾ പറയും. ഇതൊരു നമ്മുടെ ഉമിനീ ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന വീക്കമാണ്. ഉമിനീ ഗ്രന്ഥിയിൽപ്പെട്ട പെറോട്ടിൻ ഗ്ലാൻഡിൽ ഉണ്ടാകുന്ന ഒരു വീക്കമാണ്. സാധാരണയായി മറ്റ് വൈറൽ ഇൻഫെക്ഷൻ പോലെ തന്നെയാണ് ഇതിൻ്റെയും ലക്ഷണങ്ങൾ. നമുക്ക് പനി, ക്ഷീണം, പേശിവേദന, നമ്മുടെ വിശപ്പില്ലായ്മ, ഇതൊക്കെയാണ് കാണുന്ന ലക്ഷണങ്ങൾ. കൂടുതലായിട്ടും കുഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കും കാണപ്പെടുന്നു. കൂടുതലായിട്ടും കുട്ടികളെയാണ് ഇത് കൂടുതലായിട്ടും ബാധിക്കുന്നത്. മുതിർന്നവർക്കും ബാധിക്കുന്നില്ലെന്നല്ല, കുട്ടികളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. നമ്മുടെ കുട്ടിക്ക് മുണ്ടുനീരിലെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ കുട്ടിയെ MMRA വാക്സിനേഷൻ ചെയ്യുന്നത് അത്യാവശ്യമാണ്. കുട്ടിക്ക് ധാരാളം വെള്ളം കൊടുക്കുക, ശരീരത്തിലെ ജലാംശം കുറയാതിരിക്കാൻ വേണ്ടിയാണ്. കുട്ടിക്ക് ഈ ഒരു മുണ്ടുനീര് കാരണം കഴിക്കാനോ വിഴുങ്ങാനോ ഉള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ലിക്വിഡായിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൊടുക്കുന്നത് നല്ലതാണ്. പ്രോപ്പറായിട്ട് ഓറൽ ഹൈജീനിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതും നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് ഹാൻഡ് വാഷ് ചെയ്യുന്നത് നല്ലതാണ്. ഈ ഒരു മുണ്ടുനീരിൽ ഇവരുടെ സെക്രീഷൻസ്, ബോഡിയിൽ നിന്ന് വരുന്ന സെക്രീഷൻ, തുമ്മുകയും ചുമയ്ക്കുമ്പോൾ വരുന്ന സ്രവങ്ങൾ മറ്റുള്ളവർക്ക് പകരാൻ വളരെയധികം പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് മുണ്ടുനീര് എന്ന അവസ്ഥയുണ്ടെങ്കിൽ കുട്ടിയെ കഴിവുന്നത്ര സ്കൂളിലോട്ട് വിടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അസുഖം മാറിയതിന് ശേഷം സ്കൂളിലോട്ട് പൊയ്ക്കോട്ടെ, മറ്റുള്ളവർക്കും കൂടെ പകരാതിരിക്കാൻ ഇതൊരു പ്രിവെൻഷൻ മെത്തേഡാണ്. മുതിർന്നവർക്കാണെങ്കിൽ മുണ്ടുനീര് കാരണം നിങ്ങൾക്ക് വൈറൽ മെനിഞ്ചൈറ്റിസ്, ശരീരത്തെ എമ്പാടും ഈ ഒരു അസുഖം പടർന്നേക്കാം. അതുവഴി നമുക്ക് വൈറൽ മെനിഞ്ചൈറ്റിസ് വരാം. ആണുങ്ങൾക്കാണെങ്കിൽ നമ്മളെ ടെസ്റ്റിസിൽ വീക്കം വരുന്ന ഒരവസ്ഥ, ഓർക്കൈറ്റിസ് എന്ന് പറയുന്ന ഒരവസ്ഥയിലോട്ട് പോവാം. നിങ്ങൾ ഇനിയും ഇമ്മ്യൂണൈസിങ് എടുത്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ പോയി അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ പോയി വാക്സിനേഷൻ എടുക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ MMRA വാക്സിൻ എടുക്കുന്നതിലൂടെ തന്നെ കൂടുതൽ ഇമ്മ്യൂണിറ്റി നമുക്ക് കിട്ടുകയും ഈ രോഗങ്ങളിൽ നിന്ന് നമുക്ക് തടയാനുള്ള കരുത്ത് നമുക്ക് പ്രാപിക്കാൻ വേണ്ടി പറ്റും. താങ്ക് യു.